ഹലോ എല്ലാവർക്കും എസ് സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 മെയ് മാസത്തെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. മെയ് 8ന് പ്രത്യേകത എന്താ? മെയ് 8 ലോക റെഡ് ക്രോസ് ദിനമാണ്. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് മെയ് 8 ആണ്. 2026 മെയ്യിൽ അന്തരിച്ച മുൻ DGP ആണ് ഡോക്ടർ PJ അലക്സാണ്ടർ. 2026 മെയ്യിൽ അന്തരിച്ച മുൻ DGP ആണ് ഡോക്ടർ PJ അലക്സാണ്ടർ ആണ്. ഹരിത ഊർജ്ജ മേഖലയിൽ 100 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്ന അമേരിക്കൻ സ്മാർട്ട് ഫോൺ കമ്പനിയാണ് ആപ്പിൾ. ഹരിത ഊർജ്ജ മേഖലയിൽ 100 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്ന അമേരിക്കൻ സ്മാർട്ട് ഫോൺ കമ്പനി തന്നെ ആപ്പിൾ ആണ്. ആപ്പിൾ കമ്പനി കാർബൺ ന്യൂട്രൽ ആകാനുള്ള പദ്ധതി ഇടുന്നത് 2030 കൂടിയാണ്. ആപ്പിൾ കമ്പനി കാർബൺ ന്യൂട്രൽ ആകാനുള്ള പദ്ധതി ഇടുന്നത് 2030 കൂടിയാണ്. ഭൂമിക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതും ചിഹ്നഗ്രഹങ്ങളെ നേരത്തെ കണ്ടെത്തി നിരീക്ഷിക്കാനും ഭൂമിയുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാനും ലക്ഷ്യമിടുന്ന NEO സർവേയർ എന്ന ടെലിസ്കോപ്പിന്റെ നിർമ്മാണം തുടങ്ങുന്നത് നാസയാണ്. നാസ ഭൂമിക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ നേരത്തെ കണ്ടെത്തി നിരീക്ഷിക്കാനും ഭൂമിയുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാനും ലക്ഷ്യമിടുന്ന NEO സർവേയർ എന്ന ടെലിസ്കോപ്പിന്റെ നിർമ്മാണം തുടങ്ങിയത് നാസയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യൻ ആർമിയും കംബോഡിയൻ ആർമിയും തമ്മിലുള്ള ഉഭയകക്ഷി സൈനികാഭ്യാസമാണ് സിൻബാക്സ് 2 2026. സിൻബാക്സ് 2 2026 എന്നുള്ളത് ഏതൊക്കെ രാജ്യങ്ങളുടെ ആർമികളാണ്? ഇന്ത്യൻ ആർമിയും കംബോഡിയൻ ആർമിയും തമ്മിലുള്ള ഉഭയകക്ഷി സൈനികാഭ്യാസമാണ് സിൻബാക്സ്. TINBAX സിൻബാക്സ് 2 2026 ആണ്. ഗഡ്ചിറോളി ജില്ലയിലെ 937.077 ഹെക്ടർ സംരക്ഷിത വനഭൂമി ഖനനത്തിന് നൽകാൻ അനുമതി നൽകിയത് ഏത് സ്റ്റേറ്റിലറിയോ? അത് മഹാരാഷ്ട്രയിലാണ്. ഗഡ്ചിറോളി ജില്ലയിലെ 937.077 ഹെക്ടർ സംരക്ഷിത വനഭൂമി കൂടി ഖനനത്തിന് നൽകാൻ അനുമതി നൽകിയത് മഹാരാഷ്ട്രയിലാണ്. തുടർച്ചയായി 4-ാം വർഷം 1 കോടിയിലധികം യാത്രക്കാർ യാത്ര ചെയ്ത എയർപോർട്ടാണ് സിയാല്. ഏറ്റവും കൂടുതൽ യാത്രക്കാരുടെ എണ്ണം രേഖപ്പെടുത്തിയത് 2025 മെയ്യിലാണ്. തുടർച്ചയായിട്ട് 4-ാം വർഷം 1 കോടിയിലധികം യാത്രക്കാർ യാത്ര ചെയ്ത എയർപോർട്ട് ഏതാണ്? സിയാലാണ്. സിയാല്. മെയ്യിൽ 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിക്കുന്ന വിയറ്റ്നാം പ്രസിഡന്റ് ആണ് ടോം ലാം. മെയ്യിൽ ഇന്ത്യ സന്ദർശിക്കുന്ന വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാം. VD സതീശന്റെ പ്രസംഗങ്ങളുടെ സമാഹാരമായിട്ട് പുറത്തിറങ്ങിയ പുതിയ പുസ്തകമാണ് ആദം നീ എവിടെയാകുന്നു. ആദം നീ എവിടെയാകുന്നു എന്നത് ആരുടെ പുസ്തകമാണ്? VD സതീശന്റെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ആദം നീ എവിടെയാകുന്നു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഡേറ്റ് എന്നാണ്? 2025 മെയ് 7-നാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. 2025 മെയ് 7-നാണ്. അപ്പൊ ലോക റെഡ് ക്രോസ് ദിനം എന്നാണ്? മെയ് 8-ആണ് ലോക റെഡ് ക്രോസ് ദിനം. ജൽ ജീവൻ മിഷൻ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാജസ്ഥാൻ മുൻ മന്ത്രിയാണ് മഹേഷ് ജോഷി. ജൽ ജീവൻ മിഷൻ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാജസ്ഥാൻ മുൻ മന്ത്രി ആരാണ്? മഹേഷ് ജോഷിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ മെട്രോ നഗരങ്ങളിൽ മുന്നിലുള്ളത് ഡൽഹി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ മെട്രോ നഗരങ്ങളിൽ മുന്നിലുള്ളത് ഡൽഹിയാണ്. പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരത്തിന് അർഹനായ കഥകളി മേള കലാകാരനാണ് കൂറൂർ വാസുദേവൻ നമ്പൂതിരി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിലെ മെട്രോ നഗരങ്ങളിൽ മുന്നിലുള്ളത് ഡൽഹിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിലെ മെട്രോ നഗരങ്ങളിൽ മുന്നിലുള്ളത് ഡൽഹിയാണ്. ജൽ ജീവൻ മിഷൻ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാജസ്ഥാൻ മുൻ മന്ത്രിയാണ് മഹേഷ് ജോഷി. പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരത്തിന് അർഹനായ കഥകളി മേള കലാകാരനാണ് കൂറൂർ വാസുദേവൻ നമ്പൂതിരിയാണ്. പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരത്തിന് അർഹനായ കഥകളി മേള കലാകാരനാണ് കൂറൂർ വാസുദേവൻ നമ്പൂതിരിയാണ്. അഴിമതി കേസിൽ 2 വർഷത്തെ ഇളവോടെയുള്ള വധശിക്ഷയായ സസ്പെൻഡ് ഡെത്ത് സെന്റൻസ് വിധിച്ച ചൈനയിലെ മുൻ പ്രതിരോധ മന്ത്രിമാരാണ് വെയ് ഫെൻഹെ, ലീ ഷാങ്ഫു. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? അഴിമതി കേസിൽ 2 വർഷത്തെ ഇളവോടെയുള്ള വധശിക്ഷയായ സസ്പെൻഡ് ഡെത്ത് സെന്റൻസ് വിധിച്ച ചൈനയിലെ മുൻ പ്രതിരോധ മന്ത്രിമാരാണ് വെയ് ഫെൻഹെ ആൻഡ് ലീ ഷാങ്ഫു. വെയ് ആൻഡ് ലീ. ഓക്കെ. ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 2-ാം സ്ഥാനത്ത് തായ്ലൻഡാണ്. ജ്വല്ലറി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള കോഹിനൂർ പുരസ്കാരം ലഭിച്ചത് അഡ്വക്കേറ്റ് S അബ്ദുൽ നാസറിനാണ്. ജ്വല്ലറി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള കോഹിനൂർ പുരസ്കാരം ലഭിച്ചത് അഡ്വക്കേറ്റ് S അബ്ദുൽ നാസറാണ്. വാഹനാപകടത്തിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവും സൂപ്പർ ഫുഡ്
സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ സ്ഥാപകനുമായ വ്യക്തിയാണ് RB ചൗധരി. വാഹനാപകടത്തിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവും സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? RB ചൗധരിയാണ്. സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യനാണ് ജോൺ വേണി അക്കരക്കാരൻ. ജോൺ വേണിയാണ് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ചാമ്പ്യൻ ആരാണ്? അത് ജോൺ വേണി അക്കരക്കാരൻ. 2026 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ ജേതാവായത് യാനിക് സിന്നറാണ്. തുടർച്ചയായിട്ട് 5 മാസ്റ്റേഴ്സിൽ 1000 കിരീടങ്ങൾ നേടുന്ന ആദ്യ താരമാണ് സിന്നർ. 2026 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ ജേതാവായതാണ് യാനിക് സിന്നർ കേട്ടോ. യാനിക് സിന്നറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേ നോക്കാം. മെയ് 9 അടുത്തിടെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതാരാ? അത് കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് കെ സച്ചിദാനന്ദൻ. 2026 മെയ്യില് അമൃത മഹോത്സവം ആഘോഷിക്കുന്ന ഗുജറാത്തിലെ ക്ഷേത്രം ഏതാ? അത് സോമനാഥ ക്ഷേത്രമാണ്. 2026 മെയ്യില് അമൃത മഹോത്സവം ആഘോഷിക്കുന്ന ഗുജറാത്തിലെ ക്ഷേത്രം ഏതാണ്? സോമനാഥ ക്ഷേത്രം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ ഒന്നാമതുള്ളത് ബാംഗ്ലൂരു, 2ാം സ്ഥാനം മുംബൈയാണ്, 3ാം സ്ഥാനം ഹൈദരാബാദാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ബാംഗ്ലൂരു, 2ാം സ്ഥാനം മുംബൈ, 3ാം സ്ഥാനമാണ് ഹൈദരാബാദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി മുസിരിസ് ബിനാലയുടെ ക്യൂറേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വിദേശ കലാകാരൻ ആരാ? കൊച്ചി മുസിരിസ് ബിനാലയുടെ ക്യൂറേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശ കലാകാരനാണ് ഖാദർ അത്തിയ. ഓക്കെ, ഫ്രഞ്ച് അൾജീരിയൻ ആണ് ഖാദർ അത്തിയ. കൊച്ചി മുസിരിസ് ബിനാലയുടെ ക്യൂറേറ്ററായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശ കലാകാരനാണ് ഖാദർ അത്തിയ. താമര ഇനങ്ങളായ മയൂരി, പനിനീർ എന്നിവക്ക് ഭാരത സർക്കാരിന്റെ സസ്യ ഇന സംരക്ഷണവും കർഷക അവകാശ അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ നേടിയ തിരുവല്ല സ്വദേശിയാണ് KV അജിത. താമര ഇനങ്ങളായ മയൂരി, പനിനീർ എന്നിവക്ക് ഭാരത സർക്കാരിന്റെ സസ്യ ഇന സംരക്ഷണവും കർഷക അവകാശ അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ നേടിയ തിരുവല്ല സ്വദേശിയാണ് KV അജിത കേട്ടോ. KV അജിതയാണ്. KSRTCയിലെ ഇലക്ട്രോണിക് മെഷീനുകൾ വഴി ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരുടെ ലിംഗഭേദം രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമായ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരുന്നത് 2026 മെയ് 9 മുതലാണ്. KSRTCയിലെ ഇലക്ട്രോണിക് മെഷീനുകൾ വഴി ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരുടെ ലിംഗഭേദം രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമായ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരുന്നത് 2026 മെയ് 9 ആണ്. ഇനി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത് ആരാ? N രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി. N രംഗസ്വാമി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് K സച്ചിദാനന്ദനാണ്. അഖില കേരള റേഡിയോ നാടകോത്സവത്തില് നടൻ മോഹൻലാൽ ശബ്ദം നൽകുന്ന 2 നാടകങ്ങളാണ് കടകമയിലെ വിരുന്നുകാരൻ, ദൈവത്തിന്റെ മനം ആരു കണ്ടു. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലിന്റെ ശബ്ദം നൽകുന്ന 2 നാടകങ്ങൾ ഏതൊക്കെയാണ്? കടകമയിലെ വിരുന്നുകാരനും ദൈവത്തിന്റെ മനം ആരു കണ്ടു. ഇനി ഇന്ത്യയുടെ 3ാമത് സംയുക്ത സേനാ മേധാവി, അതായത് CDS ആയി നിയമിതനാവുന്നത് റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യാണ്. നിലവിലെ CDS ആരാണ്? അത് ജനറൽ അനിൽ ചൗഹാനാണ്. എപ്പോഴും നിയമിതനാവുന്നത് NS രാജസുബ്രഹ്മണ്യാണ്. ഇന്ത്യയുടെ 3ാമത് സംയുക്ത സേനാ മേധാവിയായിട്ട് നിയമിതനാകുന്നത് NS രാജസുബ്രഹ്മണ്യാണ്. പുതിയ നാവികസേന മേധാവിയായിട്ട് നിയമിതനാവുന്നതോ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. പുതിയ നാവികസേന മേധാവിയായിട്ട് നിയമിതനാവുന്നത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ കേട്ടോ. കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവികസേന മേധാവി. കൃഷ്ണ സ്വാമിനാഥനും സംയുക്ത സേനാ മേധാവിയായിരുന്നത് NS രാജസുബ്രഹ്മണ്യമാണ്. പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരിയാണ്. തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനായിട്ട് പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം UPI ID സമാനമായ ഡിജിറ്റൽ വിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ധ്രുവ. എന്താ ധ്രുവ? ധ്രുവയുടെ ഫുൾ ഫോം ആണ് ഡിജിറ്റൽ ഹബ് ഫോർ റെഫേർഡ് ആൻഡ് യുണീക്ക് വെർച്വൽ അഡ്രസ്. ധ്രുവ തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനായിട്ട് പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം UPI ID സമാനമായ ഡിജിറ്റൽ മേൽവിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ധ്രുവ. പശ്ചിമഘട്ടത്തിലെ കണ്ണൂർ ആറളം ബാവലി പുഴയിൽ നിന്നും പുതിയതായിട്ട് കണ്ടെത്തിയ ഉഭയജീവിവർഗമാണ് ഗഗനിയോഫിസ് ബാവലി. പശ്ചിമഘട്ടത്തിലെ കണ്ണൂർ ആറളം ബാവലി പുഴയിൽ നിന്നും പുതുതായിട്ട് കണ്ടെത്തിയ ഉഭയജീവിവർഗമാണ് ഗഗനിയോഫിസ് ബാവലി. UIDAയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിതനായതാണ് സൗരഭ് വിജയ്. സൗരഭ് വിജയാണ് UIDAയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സൗരഭ് വിജയ്. UIDAയുടെ ഫുൾ ഫോം എന്താ? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് UIDAI. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിതനാകുന്നത് സൗരഭ് വിജയ് ആണ്.
ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സാധാരണ ബോംബുകളെ കൃത്യതയുള്ള ആയുധങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന കിറ്റിന്റെ പേരാണ് ടാറ. TARA ടാറ. ടാറയുടെ ഫുൾ ഫോം ആണ് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സാധാരണ ബോംബുകളെ കൃത്യതയുള്ള ആയുധങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന കിറ്റാണ് ടാറ. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ. കാകതീയ രാജവംശത്തിന്റെ കാലഘട്ടത്തിലെ ഏകദേശം 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം സ്കൂൾ കെട്ടിടം പണിയുന്നതിനായിട്ട് പൊളിച്ചു മാറ്റിയത് തെലങ്കാനയിലെ വാറങ്കലിലാണ് കാകതീയ രാജവംശത്തിന്റെ കാലഘട്ടത്തിലെ ഏകദേശം 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം സ്കൂൾ കെട്ടിടം പണിയുന്നതിനായിട്ട് പൊളിച്ചു മാറ്റിയത് വാറങ്കൽ, തെലങ്കാനയിലാണ്. ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് ചിലിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പരാന്ന ഭോജി കടന്നൽ. പാരസൈറ്റിക് വാസ്പിന്റെ പേരെന്താണ്? ആറ്റൻബറോഡ് കുലസ്റ്റൗൺ എന്നാണ്. ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ചിലിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പരാന്ന ഭോജി കടന്നൽ, അതായത് പാരസൈറ്റിക് വാസ്പിന്റെ പേരാണ് ആറ്റൻബറോൺ കുലസ്റ്റൗൺ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക ഗാനം ആലപിക്കുന്നത് ഷക്കീറയാണ്. സഹഗായകന് ബൂർണ ബോയ്. നൈജീരിയൻ ബൂർണ ബോയിയാണ് സഹഗായകന്. 2026 വേദി US, മെക്സിക്കോ, കാനഡയാണ്. 2026 വേദി. ഓക്കെ, നെക്സ്റ്റ് ആണ് മാതൃദിന എന്ന മെയ് 10 മാതൃദിനം. മെയ് 10 മാതൃദിനം. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് സി ജോസഫ് വിജയ്. ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് എന്ന ഫുൾ നെയിം. വിജയിച്ച മണ്ഡലങ്ങൾ തിരുച്ചിറപ്പള്ളി, പേരമ്പൂരാണ് വിജയിച്ച മണ്ഡലങ്ങൾ. രാജിവെച്ച മണ്ഡലം തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നാണ് രാജിവെച്ചത്. പാർട്ടി ഏതാണ്? വിജയന്റെ പാർട്ടി TVK ആണ്. തമിഴക വെട്രിക്കഴകമാണ് പാർട്ടി. അദ്ദേഹത്തിന്റെ ചിഹ്നം വിസിലാണ് ചിഹ്നം. പാർട്ടി തമിഴക വെട്രിക്കഴകമാണ്. തമിഴ്നാട് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയാണ് കീർത്തന. ശിവകാശിയാണ്. കീർത്തനയാണ്. തമിഴ്നാട് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രി ഏതാണ്? കീർത്തന. മണ്ഡലം ശിവകാശിയാണ്. ശാന്തിനികേതൻ സ്ഥാപിതമായതിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ 157 ഗീതങ്ങൾക്ക് മലയാളത്തിൽ സംഗീതാവിഷ്കാരം നൽകുന്ന ഗായകനാണ് കാവാലം ശ്രീകുമാർ. ശാന്തിനികേതൻ സ്ഥാപിതമായതിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ 157 ഗീതങ്ങൾക്ക് മലയാളത്തിൽ സംഗീതാവിഷ്കാരം നൽകുന്ന ഗായകനാണ് കാവാലം ശ്രീകുമാറാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ശ്രീലങ്കയിൽ നിന്ന് രാമസേതു നീന്തിക്കടന്ന് ഇന്ത്യയിലേക്ക് ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് നടത്തുന്ന ആദ്യത്തെ ദമ്പതിമാരാണ് വൃഷാലി പ്രസാദ് ആൻഡ് ഡാനിഷ് അബ്ദിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ശ്രീലങ്കയിൽ നിന്ന് രാമസേതു നീന്തിക്കടന്ന് ഇന്ത്യയിലേക്ക് ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് നടത്തുന്ന ആദ്യത്തെ ദമ്പതിമാരാണ് വൃഷാലി പ്രസാദ് ആൻഡ് ഡാനിഷ് അബ്ദിയാണ്. 93 വർഷങ്ങൾക്ക് ശേഷം ആഗോള ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ മെറ്റിയോറിറ്റിക്കൽ സൊസൈറ്റി ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് പ്രൊഫസർ കുൽജീത് കൗർ മർഹാസ് ആണ്. 93 വർഷങ്ങൾക്ക് ശേഷം ആഗോള ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ മെറ്റിയോറിറ്റിക്കൽ സൊസൈറ്റി ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ കുൽജീത് കൗർ മർഹാസ്. ഈ പദവി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കുൽജീത് കൗർ മർഹാസ്. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഹൈഡ്രോഗ്രഫിക് സർവേ യാനമാണ് INS സംശോധക്. ഇന്ത്യ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഹൈഡ്രോഗ്രഫിക് സർവേ യാനം ഏതാണ്? INS സംശോധക്. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ച അഗ്നി 5 മിസൈലിന്റെ നൂതന പതിപ്പാണ് ദിവ്യാസ്ത്ര. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ച അഗ്നി 5 മിസൈലിന്റെ നൂതന പതിപ്പ് ഏതാണ്? ദിവ്യാസ്ത്രയാണ്. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്താണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്. ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാട്. ഏത് അവാർഡ് ലഭിച്ചത്? രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്താണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്, ആലപ്പുഴ. കേന്ദ്ര സർക്കാരിന്റെ ശിശു സൗഹൃദ പുരസ്കാര പട്ടികയിൽ 3ാം സ്ഥാനം നേടിയത് ഒറ്റൂർ പഞ്ചായത്താണ്. കേന്ദ്ര സർക്കാരിന്റെ ശിശു സൗഹൃദ പുരസ്കാര പട്ടികയിൽ 3ാം സ്ഥാനം നേടിയത് ഒറ്റൂർ പഞ്ചായത്താണ്. അടുത്തിടെ റെസ്ലിംഗ് ഫെഡറേഷൻ വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ടിനെയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ വിലക്കേർപ്പെടുത്തിയത്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് ഏത് സ്റ്റേഡിയത്തിലാണ്? മെക്സിക്കോ സിറ്റിയിലെ ആസ്തെക സ്റ്റേഡിയത്തിലാണ് 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. ബാക്കി നെക്സ്റ്റ് സെക്ഷനിൽ ചെയ്യാം. ഹാവ് എ നൈസ് ഡേ.